കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായി തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. ഉച്ചയ്ക്ക് 12 മണിയോടെ ടഗ് ബോട്ടിൽ ഘടിപ്പിച്ച ഡ്രഡ്ജർ പ്രവർത്തിപ്പിച്ചുകൊണ്ടായിരിക്കും തെരച്ചിൽ. അർജുന്റെ ലോറി ഇന്ന് തന്നെ കണ്ടെത്താൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് ദൌത്യസംഘം. നിലവിൽ ഗംഗാവലി പുഴയിലെ നീരൊഴുക്ക് 1 നോട്ട്സായി കുറഞ്ഞത് തെരച്ചിലിന് അനുകൂലമാണ്. അർജുൻ ലോറിയുടെ ക്യാബിൽ തന്നെ ഉണ്ടെന്ന് കരുതുന്നുവെന്ന് സഹോദരി ഭർത്താവ് ജിതിൻ പ്രതികരിച്ചു. ഇതുവരെ ഡ്രഡ്ജർ കമ്പനി എന്ത് പറഞ്ഞു അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അവര് ആദ്യം പറഞ്ഞത് വേലി കയറ്റ സമയത്ത് തിരിച്ച് ഈ ഗംഗാവലി ഈ സ്പോട്ടിലേക്ക് എത്തിക്കുന്ന, ഇനിയിപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാണ്ടിരിക്കുകയാണ്. ഉച്ചയോട് തന്നെ എത്തി ഡ്രഡ്ജിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഒരു വിശ്വാസം. പിന്നെ അതിനുപരി ഈ ഡ്രഡ്ജർ മെഷീൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഒരുപാട് ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് മെയിനായിട്ട് ശ്രീ കോഴിക്കോട് MP രാഘവേട്ടൻ, അതുപോലെ മഞ്ചേശ്വരം MLA ശ്രീ AK അഷ്റഫ്, അതുപോലെ തന്നെ KC വേണുഗോപാൽ സാറ്, കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ല അനുകൂല നിലപാടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ജനപ്രതിനിധികളും എല്ലാവരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ കാര്യത്തിന്. തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു റിസൾട്ട് ഈ വരും ദിവസങ്ങളിൽ 1-2 ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. ഈ ക്യാബിനകത്ത് അർജുനുണ്ടാവും എന്ന് തന്നെയാണ് ഇപ്പോഴും ദൗത്യസംഘം, അത് തന്നെയാണ് അവരെ ഒരു നിഗമനം, അങ്ങനെ തന്നെയാണ് കുടുംബവും കരുതുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ആയിരിക്കാലും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തിരച്ചിലിന് സാധ്യത ഉണ്ടായിരിക്കുന്നത്. അർജുൻ ക്യാബിനിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ആ ഒരു വിശ്വാസമാണ് ഇവിടുത്തെ ജില്ലാ ഭരണകൂടമായാലും ഞങ്ങളുടെ കുടുംബമായാലും എല്ലാവരായാലും അത് തന്നെയാണ് ഇതിൽ ഡ്രഡ്ജിങ് ഇവിടെ എത്താനുള്ള മെഷീൻ ഇവിടെ എത്താനുള്ള കാരണം. അത് തന്നെ മെയിനായിട്ടുള്ള കാരണം അത് തന്നെയാണ്. അതുകൂടാതെ തന്നെ മറ്റ് 2 പേരും, ജഗന്നാഥൻ, ലോകേഷ് എന്ന് പറഞ്ഞ 2 പേരും കൂടി ഇവിടെ ഉണ്ട്. അവരെയും കണ്ടെത്തുക എന്നുള്ളത് അർജുനെ പോലെ തന്നെ അതേയും പ്രയോറിറ്റി ഉള്ള കാര്യം തന്നെയാണ്. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, നിർണായകമായൊരു തെരച്ചിലാണ്, 3ാം ഘട്ടത്തിലെ കാര്യങ്ങൾ കടക്കുകയാണ്. ഇന്ന് തന്നെ ഈ ലോറിയെങ്കിലും കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണോ ദൗത്യസംഘം? തീർച്ചയായും രഞ്ജിത്തെ, അതിൽ ജിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനം ഈ അർജുൻ എവിടെ, അർജുന്റെ ലോറി എവിടെ എന്ന ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരം ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കണ്ടെത്താൻ കഴിയുമെന്നാണ് ഈ ദൌത്യ സംഘം ഒക്കെ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഡ്രഡ്ജർ അല്പസമയത്തിനകം തന്നെ 2ാം പാലം, അതായത് ഗോകർണത്തിന് കുറുകെയുള്ള റെയിൽപാലം കടന്ന് ഇവിടെ എത്തും. ഇപ്പോൾ വേലിയേറ്റ സമയമാണ്. ഈ സമയത്താണ് ഡ്രഡ്ജർ ഇവിടത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുക. ആദ്യ പാലത്തിൽ വേലി ഇറക്കത്തിനാണ് ഡ്രഡ്ജർ കടത്തിവിട്ടതെങ്കിൽ 2ാം പാലത്തിലെ പ്രതിസന്ധി വെള്ളം കുറവാണ്. അവിടെ വലിയ തോതിൽ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേലിയേറ്റ സമയത്ത് മാത്രമേ അതിലൂടെ കടന്നു പോകാൻ കഴിയൂ. എന്തായാലും ഈ ഡ്രഡ്ജർ കമ്പനി പറയുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 3 മണിക്കൂർ ഈ ഡ്രഡ്ജർ ഉറപ്പിക്കാൻ സമയം വേണം. 12 മണിയോടുകൂടി അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നേവിയുടെ പരിശോധനയിൽ ലോറി ആ സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട്, ഈ ലോഹഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയായിരിക്കും ഈ ഡ്രഡ്ജർ ഉറപ്പിക്കുക, അവിടെയായിരിക്കും ആദ്യം തെരച്ചിൽ നടത്തുക. അവിടെയുള്ള ഈ മണ്ണും ചെളിയും ഒക്കെ നീക്കം ചെയ്ത് ലോറിയുടെ ക്യാബിനിലേക്ക് എത്താൻ പറ്റുമോ, അതല്ല ലോറി പുറത്തെടുത്ത് ഇത്തരത്തിൽ ക്യാബിൻ പരിശോധിക്കണോ, ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും ലോറിക്കരികിൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ എത്താൻ സാധിക്കുമെന്നാണ് ദൌത്യ സംഘം പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, ഇതിൽ രക്ഷാപ്രവർത്തനത്തിനപ്പുറം അർജുൻ ഉൾപ്പെടെ 3 പേർ കാണാമറിയത്തായിട്ട് 3 മാസമായിരിക്കുന്നു. അവർക്ക് എന്ത് സംഭവിച്ചു, എന്താണ്, ഈ ലോറി എവിടെയാണ്, ഇതൊക്കെ കണ്ടെത്താനാണ്. ഇനി വലിയ ദൂരമില്ല, അത് ലോറി വളരെ വേഗം കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. ഇതിനിടയിൽ തന്നെ ഈശ്വർ മൽപ്പ ഇപ്പോൾ അല്പസമയം മുമ്പ് ഞാൻ നിൽക്കുന്ന ഈ ഗംഗാവലി പുഴയ്ക്ക് സമീപം എത്തിയിട്ടുണ്ട്. പക്ഷേ ഈശ്വർ മൽപ്പയ്ക്ക് നിലവിൽ ഇവിടെ അനുമതിയില്ല. വെള്ളം കൂടുന്നതിനനുസരിച്ച് ഈശ്വർ മൽപ്പയുടെ സംഘം അവരെല്ലാം സജ്ജമായാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ജില്ലാ ഭരണകൂടം അനുമതി നൽകുകയാണെങ്കിൽ അവരും രംഗത്തിറങ്ങും. നിലവിൽ നേവിയും NDRF-ഉം SDRF-ഉം സംയുക്തമായ ഒരു പരിശോധനയാണ് നടക്കാൻ പോകുന്നത്. ഈശ്വർ മൽപ്പ അദ്ദേഹത്തിന്റെ എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് ഇവിടെ വന്നത്. അദ്ദേഹം പ്രതികരിച്ചത് വെള്ളം ഇപ്പോൾ തെളിഞ്ഞ വെള്ളം തന്നെയാണ്, കാലാവസ്ഥ അനുകൂലമാണ്, ഇപ്പോൾ വളരെ അനുകൂലമായ സാഹചര്യമാണ്, ലോറി വളരെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. ഈ ഡ്രഡ്ജർ എത്തുന്നതോടുകൂടി ഈ തെരച്ചിലിന് വേഗത കൈവരിക്കുമെന്നാണ് അദ്ദേഹം ന്യൂസ് 8നോട് അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ തിരിച്ചു വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് കലക്ടർ ഉൾപ്പെടെയുള്ളവർ
10 മണിയോടുകൂടി ഇവിടെ എത്തും. കാർവാർ MLA എത്തും. അതുപോലെ തന്നെ AKM അഷറഫ് MLA കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഈ സ്ഥലത്തെത്തും. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഗംഗാവലി പുഴയുടെ തീരത്താണ്. ഇവിടെ ഡ്രഡ്ജർ ഇപ്പോൾ എത്തിയിട്ടില്ല. 10 മണിക്കാണ് ഈ കമ്പനി ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത് ഗോവയിൽ നിന്നും കാർവാറിലേക്ക് പുറപ്പെട്ടപ്പോഴും കാർവാറിൽ നിന്നും ശിരൂർ അഴിമുഖത്തേക്ക് പുറപ്പെട്ടപ്പോഴും കൃത്യസമയം പാലിച്ചുകൊണ്ടാണ് അവരുടെ യാത്ര തുടർന്നത്. ഇന്ന് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് 10 മണിക്കകം ഡ്രഡ്ജർ ഇവിടെ എത്തിക്കും. 3 മണിക്കൂറോളം ഉറപ്പിക്കാൻ സമയം വേണം. അതിനുശേഷം അവർ അപ്പോൾ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ്. നേരത്തെ അവരുടെ വാക്കുകൾ നോക്കിയാൽ നമുക്ക് അവർ അതേ രീതിയിൽ തന്നെ ഈ മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഡ്രഡ്ജർ കമ്പനി അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പ്രതികരിക്കുകയുണ്ടായി. ഇതിൽ അവർ കാത്തിരിക്കുന്നത് വേലിയേറ്റ സമയത്തിനാണ്. കൂടുതൽ വെള്ളം വേണം. ആ റെയിൽവേ ഗേറ്റ് കടക്കണമെങ്കിൽ വെള്ളം ഉയർന്നാൽ മാത്രമേ കടക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ മൺതിട്ടകൾ ഇടിച്ച് ബോട്ട് മുന്നോട്ട് വരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഏതായാലും ടഗ് ബോട്ടും വെസൽ ബോട്ടും 2 ബോട്ടുകളാണ് ഇതുവഴി കടന്നു വരേണ്ടതും ഇവിടെ എത്തേണ്ടതും. അത് 10 മണിയോടുകൂടി തന്നെ എത്തും. അപ്പോൾ തന്നെ തിരച്ചിൽ ആരംഭിക്കും. നേവിയുടെ സംഘം അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സോളാർ ബൈജു, ഈ നേവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ അർജുൻ മാൽപേ അവിടെയുണ്ട്. അർജുൻ മാൽപേ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഈ പറയുന്ന പോലെ ജില്ലാ ഭരണകൂടത്തിന് അനുമതി കിട്ടിയാൽ അദ്ദേഹവും അവിടെ നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകും. ഈശ്വർ മാൽപേ അടക്കമുള്ളവർ. നേവി അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഡ്രഡ്ജർ അതുമായി ബന്ധപ്പെട്ട വിദഗ്ധ കമ്പനിയുടെ സഹായമുണ്ട്. അങ്ങനെ ഒരു വിപുലമായ ഒരു രക്ഷാപ്രവർത്തനമാണ്. എല്ലാവരും കൂടി സംയുക്തമായി ചേർന്നുള്ള ഒരു ഓപ്പറേഷനിലൂടെ ആണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് കരുതാമോ? തീർച്ചയായും ഇതിൽ ഈശ്വർ മാൽപ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം കണ്ണാടിക്കലിലെ അർജുന്റെ വീട്ടിലെത്തിയിരുന്നു. അമ്മയ്ക്ക് ഒരു വാക്ക് താൻ കൊടുത്തിരുന്നു. അവസാനമായി ഒരു നോക്ക് കാണാനെങ്കിലും അർജുനെ ഇവിടെ എത്തിക്കുമെന്ന്. ആ വാക്ക് പാലിക്കാനാണ് താൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അതല്ലാതെ ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടം ഈശ്വർ മാൽപയ്ക്ക് ഇവിടെ ഈ ഇത്തരത്തിൽ തെരച്ചിലിന് ക്ഷണിച്ചിട്ടില്ല. പക്ഷേ അനുമതി അല്പസമയത്തിനകം ലഭിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഇതാണ്: അമ്മയ്ക്ക് താൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഏത് വിധേനയും തന്റെ അത്രയും എഫേർട്ട് എടുത്ത് ഈ തെരച്ചിലിന് താനുണ്ടാകും. പോകാം ബൈജു. ഈശ്വർ മാൽപേ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് അതിനുശേഷം ബൈജുവിലേക്ക് വരാം. ഇപ്പൊ ഞങ്ങള് ഒരു 60 ദിവസമായി ഇപ്പം ഇവിടെ അർജുൻ്റെ ഇത് അവശേഷി കിട്ടത്. ഇപ്പം അർജുൻ പിന്നെ ജഗന്നാഥ് പിന്നെ ലോകേഷ് 3 നാളിലെ ഡെഡ് ബോഡി ഇവിടെ ഉണ്ട്. ഡെഡ് ബോഡി പറഞ്ഞ് ഇപ്പം സിലിട്ടനായിട്ട് ഇരിക്കും. ആ സിലിട്ടനാണ്ട വീട്ടുക്ക് ഒരു അതിമുഖ്യമായിരുന്നു. ആ മുഖ്യന്ന് അവർ വീട്ടുകാർ എല്ലാവരും കാത്തിരിക്കർ ഒരു സിലിട്ടനാണ് കിട്ടിട്ട് അവരോട് തുണിയാകെ കിട്ടിട്ടെന്ന് ഒരു കാര്യം പണ്ണാണ്. ഇപ്പം ഞങ്ങൾ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രഡ്ജർ പറഞ്ഞു കാണണമെന്ന്. ആ ഡ്രഡ്ജർ എങ്ങനെ വെൽ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ് ഇവിടെ വെള്ളം നല്ല ഒരു 100% തെളിയായിട്ടുണ്ട്, ക്ലീൻ ആയിട്ടുണ്ട് കാണാൻ. ഒരു സ്കൂബ ഡൈവിങ്ങും എല്ലാം നല്ലതായിട്ട് അടിയിലുള്ള സെലക്ടനുണ്ട്, കാണാൻ നല്ല ഉണ്ട്. ആ മാതിരി വെള്ളമുണ്ട് ഈ സ്ഥലത്തിലുണ്ട്. ഞങ്ങളിപ്പോൾ വന്ന് ഇപ്പോൾ ഒരു 10-12 മണിക്ക് ഇപ്പം ലോട്ടായിട്ട് അത് ബലനാവില്ല ഡ്രഡ്ജർ ഉള്ളു. പാലത്തെ അടുത്തുണ്ട്. പാലം ഉള്ളു പറഞ്ഞാൽ ഹൈറ്റ് ആവുന്നു. ഹൈറ്റ് ആയ പിന്നെ വെള്ളം ഉള്ളു പറഞ്ഞ സമയത്തിൽ നമ്മ ഡ്രഡ്ജർ വരും. പിന്നെ നമുക്കിപ്പോൾ അനുമതി ഇല്ല. ഇപ്പം അനുമതി കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം വെള്ളം ക്ലിയർ ആയിട്ട് സമയത്തിൽ ഡ്രഡ്ജർ അവസാനം എവിടെ ഞങ്ങൾ സ്ഥലം കാണിച്ച് അവിടെ പോകുന്നുണ്ട്. മുതലേ പറ കീഴെ പോയിട്ട് അവിടെ തിരക്കിൽ എന്ന് പറഞ്ഞ് നേരത്തെ പോയിട്ട് അവസാനം കൊണ്ട് അവിടെ സെലിട്ടനാവട്ട് പിന്നെ ബണ്ടിൻ്റെ എന്തെങ്കിലും ഭാഗമാണ് കിട്ടണം. ഇപ്പം ക്ലിയർ ആയിട്ട് മെനഞ്ഞല്ല ഒരുപാട് കളക്കിരുന്നു. ഇപ്പോൾ ഒരുപാട് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ മാതിരി ഇരിക്കും വെള്ളം. ഇപ്പോൾ നമുക്കൊരു ചാൻസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കീഴെ പോയിട്ട് നോക്കിയിട്ട് പിന്നെ ഡ്രഡ്ജർ ഇടണം. ഡ്രഡ്ജർ ഒരുപാട് ഇട്ട പറഞ്ഞ് അവിടെ ഒരുപാട് കളക്ക് പറയും. കളക്ക് പറഞ്ഞ് പിന്നെ സെലിട്ടൻ അതിന് ഉള്ളിൽ പോയി പൊടിയേ പിന്നെ കാണുന്നില്ല. ഓരോ ബുദ്ധിമുട്ടുണ്ട്. അതിന് നമ്മളെ ആൾക്കാർ അവിടെ നിൽക്കും. ഇപ്പം ഏത് നമ്മളെ നാട്ടുകാരാവട്ടെ ഇവിടെയുള്ള നാട്ടുകാരന് ആ ഡ്രഡ്ജർ ആക്കുന്ന സമയത്ത് നമ്മളെ ആൾക്കാർ അവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ മണ്ണെടുത്ത് ആ ചടിയിലിടാൻ സമയത്തിൽ അതിലെ കൂട്ടി പോയാൽ പിന്നെ അറിയത്തില്ല. അതിന് നമ്മളെ ആൾ അവിടെ കണ്ടിപ്പായ ഒരു സെലിട്ടൻ ആവട്ടോ അല്ല വണ്ടി കാണാൻ നല്ലതാവും. ഈ ഡ്രഡ്ജർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോറി പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന മാൽപ്പയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ടോ? കണ്ടിപ്പാ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെനഞ്ഞാന്ന് കയർ പിന്നെ നിന്ന സ്ഥലത്തിലൊരു അടയാളമുണ്ട്. ആ സ്ഥലത്തിൽ ನಾವು നോക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇല്ലെങ്കിൽ വീട്ടിന് നേരത്തെ ഒരു ഹോട്ടലിരുന്നല്ലേ, ഹോട്ടലൊരു മണ്ണ് വീണല്ലേ,
ആ സ്ഥലത്തും നോക്കും. 2 സ്ഥലത്തും നോക്കിയാൽ മാത്രമേ നമ്മളെ വണ്ടി എവിടെ ഉണ്ടെന്ന് അറിയൂ. എന്ന് പറഞ്ഞാൽ ഞാൻ ഡിജിറ്റലിനെ പസ്സേ ഈ നേരത്തെ ഒരു ഹോട്ടലിരുന്നല്ല അതിൽ അടിഭാഗത്തിൽ പറഞ്ഞിരുന്നു. അവിടെയെല്ലാം മണ്ണ് വീണിട്ടുണ്ട്. അതിനെ എടുക്കുന്നത്. പിന്നെ വെള്ളത്തിലെ അടിയിൽ ഒരു 10-20 അടിയിലെ അവിടെ കയറുണ്ടല്ല ആ അടിഭാഗങ്ങളിൽ നോക്കണം ആ വണ്ടി ഉണ്ടാകുന്നു. ബൈജു, അതാണ് ഈ ഈശ്വർ മാൽപ്പെ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. ഇപ്പോൾ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്, 1 നോട്ടിൽ താഴെയാണ് ഇപ്പോൾ അവിടെ അടിയൊഴുക്കുള്ളത്. അപ്പോൾ തങ്ങൾക്കൊരു അവസരം കൂടി തരണം. ഇപ്പോൾ താഴേക്ക് ഇറങ്ങി പരിശോധിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഡ്രഡ്ജർ ഉപയോഗിക്കണമെന്നുള്ളതാണ്. ഇത് ഔദ്യോഗികമായി തന്നെ മാൽപ്പെ ബന്ധപ്പെട്ടവരോട് സംസാരിച്ചു കഴിഞ്ഞോ? രഞ്ജിത്തെ, അല്പസമയം മുമ്പാണ് ഈശ്വർ മാൽപ്പെ ഇവിടെ എത്തിയത്. അദ്ദേഹം പറഞ്ഞത് തനിക്കിപ്പോൾ അനുമതിയില്ല, പക്ഷെ അതേസമയം അർജുന്റെ അമ്മയ്ക്ക് താൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് അസ്ഥിയെങ്കിലും അമ്മയ്ക്ക് അർജുന്റെ അവസാനമായി എത്തിച്ചു കൊടുക്കുമെന്നാണ്. വളരെ വൈകാരികമായാണ് ഇപ്പോൾ മാൽപ്പെ നമ്മോട് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ തനിക്ക് അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവെച്ചു. എന്നാലും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ വീണ്ടും ഇവിടെ എത്തുമെന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പോയത്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വെള്ളം അത്രത്തോളം തെളിഞ്ഞ വെള്ളമാണ്, 100% തെളിഞ്ഞ വെള്ളം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രത്തോളം വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥ, ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ലോറി ഇന്ന് തന്നെ കണ്ടെത്താനാകാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം നമ്മോട് പങ്കുവെച്ചത്. എന്തായാലും അദ്ദേഹത്തിന് അനുമതി ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ഏതെങ്കിലും തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമാകുന്നതിന് മുമ്പ് തന്നെ ഈ തെരച്ചിൽ വളരെ വേഗത്തിൽ ആക്കണം. ഇപ്പോൾ തന്നെ സമയം വൈകിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അത് കേൾക്കാം. കാരണം അത് അസ്ഥി ആയ ഒരു അവസ്ഥയിലായിരിക്കും. 2 മാസത്തിലധികമായിരിക്കുന്നു ഇത്തരത്തിൽ ഇവരെ കാണാതായിട്ട്. ആ രീതിയിൽ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാനാണ് താൻ ഇവിടെ എത്തിയത്. അതല്ലാതെ ജില്ലാ ഭരണകൂടം ഏതെങ്കിലും തരത്തിൽ മാൽപ്പയെ ഇപ്പോൾ തെരച്ചിലിനായി ഇവിടെ വിളിച്ചിട്ടില്ല. നേവിയും SDRF-ഉം NDRF-ഉം സംയുക്തമായ ഒരു തെരച്ചിലാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി മാൽപ്പയ്ക്ക് അനുമതി നൽകുമോ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും മാൽപ്പെ വലിയ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ സംവിധാനങ്ങളെല്ലാം ഒരുക്കി തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏത് സമയത്തും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടാൽ താൻ ഇവിടെ ഈ തെരച്ചിലിന് പങ്കാളിയാവും തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഡ്രഡ്ജർ 10 മണിക്കകം തന്നെ ഇവിടെ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. 12 മണിയോടുകൂടി തന്നെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബവും പങ്കുവെക്കുന്നത്. ജില്ലാ ഭരണകൂടവും അത്തരത്തിലുള്ള ഉറപ്പ് തന്നെയാണ് നൽകുന്നത്. AKM അഷ്റഫുൾ MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെ അല്പസമയത്തിനകം എത്തും. അവരുടെ പ്രതികരണം ഉണ്ടാകും. ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കയറ് ലഭിച്ച സ്ഥലത്ത് അവിടെ ലോറിയുടെ സാന്നിധ്യം സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലത്ത് അവിടെയായിരിക്കും തെരച്ചിൽ നടത്തുക. അവിടെയായിരിക്കും ഈ ചെളിയും മണ്ണും ഒക്കെ നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തുക. അവിടെ നിന്നും ലോറി കണ്ടെത്താൻ സാധിക്കും, ക്യാബിൻ അരിയിലേക്ക് എത്താൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ക്രെയിൻ ഉപയോഗിച്ച് ഈ ലോറി പുറത്തേക്ക് എടുക്കേണ്ടി വരും. അതിനൊരു പക്ഷേ 2-3 ദിവസം സമയമെടുക്കും. കാർവാറിൽ നമ്മൾ അത് കണ്ടതാണ്. അവിടെ വലിയ തോതിൽ 10 മണിക്കൂറിലധികം സമയമെടുത്താണ് ആ ലോറി ഈശ്വർ മൽപ്പയും സംഘവും പുറത്തേക്ക് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈശ്വർ മൽപ്പയ്ക്ക് ഈ തെരച്ചിലിന് പങ്കാളിയാവാൻ സാധിക്കും. അദ്ദേഹത്തിന് അനുമതി ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എല്ലാ സംവിധാനങ്ങളോടും കൂടി തുടക്കത്തിൽ ആദ്യഘട്ടത്തിലും അതുപോലെ തന്നെ 2ാം ഘട്ടത്തിലും ഏത് രീതിയിലാണോ തെരച്ചിലുണ്ടായത് അതേ രീതിയിലുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് കുടുംബവും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ബൈജു ആണ് അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതാണ്ട് 2-3 മണിക്കൂർ കൂടി എടുക്കും ഇതവിടെ ഉറപ്പിച്ചു നിർത്തി മണ്ണ് വാരാൻ ആരംഭിക്കാൻ. ചെളിയടക്കം വാരി മാറ്റേണ്ട പശ്ചാത്തലമുണ്ട്. ഏതാണ്ട് 12-1 മണിയോടുകൂടി ഈ പ്രവർത്തനങ്ങൾ തുടങ്ങും എന്നാണ് മനസ്സിലാകുന്നത്.